സ്പൈഡർമാൻ ബ്രാൻഡ് അത്യാവശ്യം എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് കണ്ടതിന് ശേഷം എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് കണ്ട സമയത്ത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലും കടന്നു വന്നിട്ടുണ്ടാകാം. അതായത് ഹൾക്കിന് എന്താണ് സംഭവിച്ചത്? ഹൾക്ക് ഇനി റിട്ടേൺ ചെയ്യില്ലേ? അഥവാ ഹൾക്ക് റിട്ടേൺ ചെയ്താൽ ഏത് മൂവിയിലാകാം ഹൾക്ക് റിട്ടേൺ ചെയ്യുക? വില്യം മെറ്റ്സർ എന്ന ക്യാരക്ടറിന് എന്താകാം അവസാനം സംഭവിച്ചത്? എൻഡ് ക്രെഡിറ്റ് സീനിൽ സ്പൈഡി ട്രാക്കറിൽ പ്രത്യക്ഷപ്പെട്ട സ്പൈഡർമാൻ ആരായിരിക്കാം? നെഡിന്റെ സ്പൈഡി ട്രാക്കറിന് മൾട്ടിവേഴ്സൽ ലെവലിലൊക്കെ സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? ജീൻ ഗ്രേ എന്ന ക്യാരക്ടർ ഇനി എങ്ങോട്ടേക്കാകാം പോകാൻ സാധ്യത? എന്നിങ്ങനെ 1000 ചോദ്യങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് കണ്ട ശേഷം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാകും. സ്പൈഡർമാൻ ബ്രാൻഡ് കണ്ടതിന് ശേഷം എന്റെ മനസ്സിൽ ഉടലെടുത്തതും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തതുമായിട്ടുള്ള ചില ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോയിൽ സ്പൈഡർമാൻ ബ്രാൻഡ് സ്പോയിലേഴ്സ് ഉണ്ടാകും. സ്പൈഡർമാൻ ബ്രാൻഡ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സ്പൈഡർമാൻ ബ്രാൻഡ് തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്പൈഡർമാൻ ബ്രാൻഡ് ജീൻ ഗ്രേ ബ്രൂസ് ബാനറിനെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതോടെ ഹൾക്ക് ഇൻഹിബിറ്റർ നശിക്കപ്പെട്ട് ബ്രൂസ് ബാനർ സ്മാർട്ട് ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടല്ലോ. സ്മാർട്ട് ഹൾക്ക് വീണ്ടും ബ്രൂസ് ബാനർ ആയിട്ട് മാറിയതിനു ശേഷം അദ്ദേഹം സാവേജ് ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയുമാണ്. സ്പൈഡർമാനും ഹൾക്കും തമ്മിലുള്ള ഒരു നീണ്ട പോരാട്ടത്തിന്റെ അവസാനത്തോടെ സ്പൈഡർമാനെ കൊല്ലാൻ തയ്യാറായ ഹൾക്കിനോട് താൻ പീറ്റർ പാർക്കർ ആണെന്നും താൻ ഹൾക്കിന്റെ ഫ്രണ്ട് ആണെന്നും പറയുന്നതോടെയാണ് ഹൾക്ക് സ്പൈഡർമാനെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറുന്നതും മാത്രമല്ല ഹൾക്ക് ശാന്തനാകുന്നതും. അങ്ങനെ ശാന്തനായ ഹൾക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നതും പിന്നീട് ബ്രൂസ് ബാനറിനെ സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുന്നതുമാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചതെന്നോ താൻ കാരണം ആരെങ്കിലും മരണപ്പെട്ടോ അതോ താൻ ആരെങ്കിലും കൊന്നോ എന്നൊക്കെയാണ് ബ്രൂസ് ബാനർ ആ സമയത്ത് ചോദിക്കുന്നത്. ആ സമയത്ത് ബ്രൂസ് ബാനർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ കൊണ്ടുപോകുന്നത് സൈക്യാട്രിക് ഫെസിലിറ്റിയിലേക്കാണ്. ജീൻ ഗ്രേയുടെ മൈൻഡ് കൺട്രോളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടിയെങ്കിലും താൻ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്തത് കാരണമുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ കണ്ട് കടുത്ത മാനസിക തകർച്ചയിലേക്ക് പോകാതിരിക്കാനും അതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാനുമാണ് ബ്രൂസ് ബാനറിനെ സൈക്യാട്രിക് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ MCUവിന്റെ ഫ്യൂച്ചറിൽ എല്ലാം റിക്കവർ ആയി തിരിച്ചെത്തുന്ന ബ്രൂസ് ബാനർ വീണ്ടും തന്റെ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് റീബിൽഡ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ ഹൾക്കിനെ സപ്രസ് ചെയ്യാതെ ഹൾക്കിനോട് സംസാരിക്കാൻ ബ്രൂസ് ബാനർ ശ്രമിച്ചേക്കാം. ഹൾക്കും ഷീ ഹൾക്കും ഹൾക്കിനെ പോലെയുള്ള മറ്റൊരു ക്യാരക്ടറിനോട് സംസാരിക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു ലീക്കായ കോൺസെപ്റ്റ് ആർട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഹൾക്ക് ഉണ്ടാവില്ല എന്നാണ് ബ്രൂസ് ബാനർ ആയിട്ട് വേഷമിട്ട മാർക്ക് റൂഫല്ലോ പറഞ്ഞത്. ഒന്നെങ്കിൽ അദ്ദേഹം ആ കാര്യം വെറുതെ പറഞ്ഞതാകാം, അതല്ലെങ്കിൽ ഹൾക്കിനെ സപ്രസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഹൾക്കായിട്ട് മാറാനുള്ള എന്തെങ്കിലും വഴിയോ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിന്റെ സഹായത്തോടെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള എന്തെങ്കിലും ബ്രൂസ് ബാനർ കണ്ടെത്തുമായിരിക്കാം. മൂവിയിലെ പ്രധാനപ്പെട്ട വില്ലനായ വില്യം മെറ്റ്സറിന്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് ഒരു ചോദ്യം ഉയരുന്നുണ്ട്. DODC അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ എന്ന ഓർഗനൈസേഷന്റെ ഡയറക്ടറാണ് വില്യം മെറ്റ്സർ. ജീൻ ഗ്രേയെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് അവളെ പിടികൂടാനായിട്ട് സ്പൈഡർമാനെ മാനിപ്പുലേറ്റ് ചെയ്ത് വില്യം മെറ്റ്സർ അവൾക്കെതിരെ അയക്കുന്നു. ആക്ച്വലി ജീൻ ഗ്രേയുടെ സിസ്റ്ററായ സാറ ഗ്രേയെ പിടിച്ചോണ്ട് പോയി ഇല്ലീഗലായിട്ട് അവളിൽ എക്സ്പെരിമെന്റ് നടത്തി അവളെ കൊന്നതാണ് വില്യം മെറ്റ്സർ. തന്റെ സിസ്റ്ററായ സാറയെ കണ്ടെത്താനും അവൾക്ക് വേണ്ടി പ്രതികാരം വീട്ടാനുമാണ് ജീൻ ഗ്രേ ശ്രമിക്കുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് അവസാനത്തോടെ ജീൻ ഗ്രേ വില്യം മെറ്റ്സറിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് സ്പൈഡർമാൻ അവളെ തടയുന്നത്. പിന്നീട് ജീൻ ഗ്രേയെ പാഞ്ഞു വരുന്ന ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്പൈഡർമാൻ ആ ബുള്ളറ്റിനെ സ്വയം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. തുടർന്ന് രക്തം വാർന്ന സ്പൈഡർമാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പണിഷറിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് വില്യം മെറ്റ്സറിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നില്ല. എന്നാൽ വില്യം മെറ്റ്സർ മിസ്സിംഗ് ആണെന്ന് ജീൻ ഡെവോൾഫ് എന്ന പോലീസ് വുമൺ അല്ലെങ്കിൽ ആ ഡിറ്റക്റ്റീവ് പീറ്റർ പാർക്കറിനോട് പറയുന്നുണ്ട്. വില്യം മെറ്റ്സറിനെ കയ്യോടെ പിടിക്കാൻ പോലീസ് സജ്ജമായിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. വില്യം മെറ്റ്സർ എന്തായാലും ചില്ലറക്കാരനൊന്നുമല്ല, അദ്ദേഹം DODCയുടെ ഡയറക്ടർ ആണല്ലോ. DODC ഇതുവരെയും ചെയ്തു കൂട്ടിയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളുടെ തെളിവുകളായ ഫയൽസും ഡേറ്റാസും വിഷ്വൽസും ഒക്കെ വില്യം മെറ്റ്സർ നേരത്തെ തന്നെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടാകാം. മാർവൽ കോമിക്സിൽ ഒരു ആന്റി മ്യൂട്ടന്റ് ആക്ടിവിസ്റ്റ് ആണ് വില്യം മെറ്റ്സർ. മ്യൂട്ടൻസിനെ വെറുക്കുന്ന വില്യം മെറ്റ്സർ മ്യൂട്ടൻസിൽ എക്സ്പെരിമെന്റുകൾ നടത്തുന്ന സമയത്താണ് മാഗ്നീറ്റോ അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. എന്തായാലും മൂവിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്താലാകാം വില്യം മെറ്റ്സറിനെ കൊല്ലാതെ വിട്ടത്.
വില്യം മെറ്റ്സർ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്നുറപ്പിക്കാം, MCUവിന്റെ ഫ്യൂച്ചറിൽ മ്യൂട്ടൻസിനെ വെറുക്കുന്ന വില്യം മെറ്റ്സർ തിരിച്ചെത്തുകയാണെങ്കിൽ ജനങ്ങളെ മ്യൂട്ടൻസിനെതിരെ തിരിക്കുന്ന, ജനങ്ങളെ കൊണ്ട് മ്യൂട്ടൻസിനെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കാം അദ്ദേഹം തിരിച്ചെത്താൻ പോകുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ട ഒട്ടുമിക്ക എല്ലാവരുടെയും ഡൗട്ടാണ് മാക് ഗാർഗൻ അഥവാ സ്കോർപിയൻ എങ്ങനെയാകാം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കോർപിയൻ സ്യൂട്ട് നിർമ്മിച്ചതെന്ന്. നമുക്കറിയാം, സ്പൈഡർമാൻ ഹോം കമ്മിങ്ങില് ഏഡ്രിയൻ ടൂംസ് അഥവാ വൾച്ചർ തന്റെ സ്യൂട്ട് നിർമ്മിച്ചത് ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചാണെന്ന്. അതായത് ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ അവഞ്ചേഴ്സും ചിറ്റോരി ഏലിയൻസ് തമ്മിൽ നടന്ന ന്യൂയോർക്കിലെ ബാറ്റിലിന്റെ അവസാനം ന്യൂയോർക്ക് സിറ്റിയിൽ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാണ് ഏഡ്രിയൻ ടൂംസ് തനിക്കായിട്ട് വൾച്ചറിന്റെ സ്യൂട്ടൊക്കെ നിർമ്മിച്ചത്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നടന്ന അവഞ്ചേഴ്സും താനോസ് തമ്മിലുള്ള ബാറ്റിലിന്റെ അവസാനം അവിടെ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാകാം മാക് ഗാർഗനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സ്കോർപിയന്റെ ഈ ഹൈടെക് സ്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ അവസാനത്തോടെ തന്റെ ടെലിപാത്തി പവേഴ്സ് പ്രയോഗിച്ച് പീറ്റർ പാർക്കറിനെ സ്റ്റെബിലൈസ് ചെയ്ത് അവൻ റിക്കവർ ആകുന്നതുവരെ അവനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നോക്കിയത് ജീൻ ഗ്രേ ആണ്. പിന്നീട് ജീൻ ഗ്രേ ഒരു ബസ്സിൽ എവിടേക്കോ യാത്ര ചെയ്തു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തന്റെ സിസ്റ്ററായ സാറ ഗ്രേയെ തേടിയുള്ള യാത്രയിൽ നിന്നും DODC ചിത്രീകരിച്ച ആ വില്ലൻ പരിവേഷത്തിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് ഒരു നല്ല തുടക്കത്തിനായിട്ട് ഒരു പുതിയ പാത തേടി പോവുകയാകാം ജീൻ ഗ്രേ. ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിനെ ഇനി MCUവിന്റെ ഫ്യൂച്ചറിൽ എപ്പോഴാകും കാണാൻ സാധിക്കുക എന്നറിയത്തില്ലെങ്കിലും മൾട്ടിവേഴ്സ് സാഗയ്ക്ക് ശേഷം വരാൻ പോകുന്ന മ്യൂട്ടന്റ് സാഗയിൽ ജീൻ ഗ്രേ എന്ന ക്യാരക്ടർ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അന്ന് എക്സ്മെൻ എന്ന ടീമിൽ ജോയിൻ ചെയ്യുന്ന കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ജീൻ ഗ്രേ ആകാം നമ്മൾ കാണുക. പീറ്റർ പാർക്കറിന് എന്താണ് ജോലിയെന്നോ അവന് എത്രയാണ് ശമ്പളം കിട്ടുന്നത് എന്നോ ഒന്നും തന്നെ മൂവിയിൽ പറയുന്നില്ല. ന്യൂയോർക്കിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ മുഴുവൻ സമയം സജ്ജനായിട്ട് നിൽക്കുന്ന പീറ്റർ പാർക്കർ പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാതെ എങ്ങനെയാകാം അവന്റെ പുതിയ അപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ആക്കിയതും അവന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ EVയെ ക്രിയേറ്റ് ചെയ്തതുമൊക്കെ. എന്തായാലും പണ്ടത്തെ പോലെ ഗാഡ്ജറ്റ്സിന് വേണ്ടി അവൻ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിനെ ഒന്നും ആശ്രയിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടും അവന്റെ സ്വന്തം ഇന്റലിജൻസും ഉപയോഗിച്ചാണ് തന്റെ വെബ് ഷൂട്ടേഴ്സ് ആയാലും സ്പൈഡർമാൻ സ്യൂട്ട് ആയാലും EV എന്ന് വിളിക്കപ്പെടുന്ന അവന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും അവയെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ പീറ്റർ പാർക്കർ തന്റെ അപ്പാർട്ട്മെന്റിന് റെന്റ് കൊടുക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒരു ജോലിയില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം, സ്പൈഡർമാൻ നോ വേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന്. സോ ആ 4 വർഷത്തെ ഗ്യാപ്പിൽ പല സമയത്തായിട്ട് പീറ്റർ പാർക്കർ ടെമ്പററി ആയിട്ട് ജോബുകൾ ചെയ്തിട്ടുണ്ടാകാം. പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോബ് ചെയ്ത് കിട്ടിയ സമ്പാദ്യങ്ങളൊക്കെ ഉപയോഗിച്ചാകാം പീറ്റർ പാർക്കർ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ MCUവിന്റെ ഭാവിയിൽ പീറ്റർ പാർക്കർ ഡെയിലി ബ്യൂഗിളിൽ വർക്ക് ചെയ്യുന്നത് പോലെ കാണിക്കുമായിരിക്കാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നെഡിന്റെ സ്പൈഡി ട്രാക്കറിൽ എർത്തിലെ സ്പൈഡർമാനോടൊപ്പം തന്നെ സ്പേസിൽ ഒരു വിദൂര സ്ഥലത്ത് മറ്റൊരു സ്പൈഡർമാനെ കണ്ടെത്തുന്നതോടെയാണ് മൂവി അവസാനിക്കുന്നത്. New Spider-Man sighting. Location unknown. Location found. ഇങ്ങനെയാണ് സ്പൈഡി ട്രാക്കറിൽ കേൾക്കുവാൻ സാധിക്കുന്നത്. അത് പറയുന്നതോടൊപ്പം തന്നെ സ്പൈഡി ട്രാക്കറിൽ ഗ്ലിച്ചുകൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ മൾട്ടിവേഴ്സിലേക്ക് എവിടേക്കെങ്കിലും എൻ്റർ ആയിട്ട് ഉണ്ടാകുമെങ്കിലോ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ റിട്ടേൺ ചെയ്യുമെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ സ്പൈഡി ട്രാക്കർ കണ്ടെത്തിയ സ്പൈഡർമാൻ സൈറ്റിംഗ് ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനെ ആയിരിക്കുമോ? അതല്ലെങ്കിൽ സ്പൈഡി ട്രാക്കറിൽ നമ്മൾ കണ്ട ഗ്ലിച്ച് സൂചിപ്പിക്കുന്നത് മൈൽസ് മൊറാലസിനെ ആയിരിക്കുമെങ്കിലോ? മാത്രമല്ല, സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്നാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ അവസാനം എഴുതി കാണിക്കുന്നത്. സ്പൈഡർമാൻ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നോ അല്ലെങ്കിൽ സ്പൈഡർമാൻ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ സ്പൈഡർമാന്റെ റിട്ടേണെ പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടിയേനെ. സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് മാത്രം കാണിച്ചതുകൊണ്ട് തന്നെ ഏത് സ്പൈഡർമാൻ ആണ് റിട്ടേൺ ചെയ്യുന്നതെന്നോ എപ്പോഴാകാം ഇനി സ്പൈഡർമാൻ റിട്ടേൺ ചെയ്യുമെന്നോ നമുക്ക് യാതൊരു ഐഡിയയുമില്ല. എന്തായാലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസും ഒക്കെ ഇറങ്ങുമ്പോൾ MCUവിലെ സ്പൈഡർമാന്റെ ഫ്യൂച്ചർ ഇനി എന്താകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. MJയുടെയും നെഡിന്റെയും അപ്പാർട്ട്മെന്റിൽ വെച്ച് നടന്ന ഹൗസ് വാമിംഗ് പാർട്ടിയിലാണ് MJയുടെ ബോയ് ഫ്രണ്ട് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ആ സീനിലല്ലാതെ മറ്റെവിടെയും MJയുടെ ബോയ് ഫ്രണ്ടിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്തിനേറെ പറയണം, MJയുടെ ബോയ് ഫ്രണ്ട് ആരാണെന്നോ അവന്റെ പേരെന്താണെന്നോ പോലും നമുക്കറിയത്തില്ല. MJക്ക് തന്റെ ബോയ് ഫ്രണ്ടിനോട് വലിയ മതിപ്പൊന്നുമില്ല എന്നാണ് മൂവിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ പീറ്റർ പാർക്കറും നെഡും MJയും തമ്മിലുള്ള റീയൂണിയൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ റീയൂണിയൻ നൽകുന്ന ആ ഇമോഷണൽ
ഇമോഷണൽ സംഭവമൊന്നും ഒട്ടും കുറഞ്ഞു പോകാതിരിക്കാനാകാം അവരുടെ ഇടയിലേക്ക് MJയുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരാത്തത്. റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് മാർവൽ കോമിക്സിൽ MJയുടെ ഒരു കോൺട്രവേഴ്സ്യൽ പാർട്ട്ണറായിട്ട് മാറിയ പോൾ റാബിൻ എന്ന ക്യാരക്ടറിനെയാണ് മൂവിയിൽ MJയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് കാണിച്ചതെന്നാണ്. സോ ഗൈസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടതിന് ശേഷം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയതും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തതുമായിട്ടുള്ള ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.